ഓഫർ ക്ലോസർ സൂൺ. ഇവിടെയല്ല ഗൈസ്, ലുലു മാളിലാണ്. അപ്പോൾ ഇത് അവരുടെ പ്രൊമോഷന് കാര്യങ്ങളൊന്നുമില്ല. ലുലു മാളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഓഫർ ഉണ്ടെന്ന് പറയാൻ വന്നതാണ്. അപ്പം ഹൈപ്പർ മാർട്ടിൽ ഓഫർ കാണാൻ നിങ്ങൾ കയറിയതല്ല, ഫാഷനിൽ ഓഫർ നിങ്ങൾ കാണാൻ കയറിയതല്ല, പിന്നെ ഉള്ളത് കണക്റ്റിലെ ഓഫറാണ്. അപ്പോൾ കണക്റ്റ് നമ്മുടെ കണക്റ്റാണ്. അപ്പം കണക്റ്റിലെ കുറച്ച് ഓഫറും കാര്യങ്ങളും പറയാൻ വേണ്ടി വന്നതാണ്. അവിടെ എന്തൊക്കെ സാധനങ്ങൾ ഇപ്പോൾ ഓഫറിലുണ്ട്, അതായത് ഒരു 90% സാധനങ്ങളും ഓഫറിലുള്ളത് നമുക്കിപ്പോൾ പറയാം. അതുപോലെ തന്നെ അത് ലുലു കണക്റ്റിൽ നിന്ന് എടുക്കുന്നതാണോ ലാഭം, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുക്കുന്നതാണോ ലാഭം, അല്ലെങ്കിൽ ആമസോണിൽ നിന്നും എടുക്കുന്നതാണോ ലാഭം എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. അപ്പം വീഡിയോയിലോട്ട് പോയാലേ. മെയിനായിട്ട് നിങ്ങളെല്ലാവരും നോക്കുന്നത് ആപ്പിളിൻ്റെയും സാംസങ്ങിൻ്റെയും ഡിവൈസ് ആയിരിക്കും ഗൈസ്. ഒരു 80% ആൾക്കാരും അതായിരിക്കും ഫസ്റ്റ് ഓഫർ ഉണ്ടോയെന്ന് നോക്കുന്നത്. അതെ, iPhone 15 സീരീസ് 128 GB ഓഫറിൽ കിടപ്പുണ്ട്. 63,999 അതിൻ്റെ ഓഫർ റേറ്റ്. എന്നാൽ ICICIയുടെ കാർഡും ഉണ്ട്, SBIയിലെ കാർഡും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 4,000 രൂപയും കൂടെ ഓഫ് കിട്ടും. അതേ സാധനം നിങ്ങൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപയെന്ന് അറിയാമോ? ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ 64,990, ആമസോണിലാണെങ്കിൽ 71 സംതിങ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ 1000 രൂപയിലെ ഓഫേ ഉള്ളൂ കാർഡ് ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ ആമസോണിലാണെങ്കിലും അതുപോലെ കാർഡ് ഉണ്ടെങ്കിൽ ഒരു 1000-1500 രൂപ ആ ഒരു ഓഫേ കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങളതിൽ ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4,000 രൂപയും കൂടെ ഓഫിൽ iPhone 15 128 ലുലുവിലെ കണക്ട് ചെയ്യുന്ന മേടിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ ക്യാഷ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിലും അത് മേടിക്കാം എന്നുള്ളതാണ് അത് ലാഭം തന്നെ. iPhone 15 പറ്റി പറയുമ്പോൾ S24 എത്രയാവും അറിയണമല്ലോ. അപ്പോൾ S24 8GB 128 GB വേരിയൻറ്റ് പറഞ്ഞതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 66,999. HDFCയിലെ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5,000 രൂപ അതിൽ നിന്ന് ഓഫ് കിട്ടും. പക്ഷേ നിങ്ങൾ ആമസോണിൽ പോവുകയാണെന്നുണ്ടെങ്കിലാണ് അവിടെയാണ് നിങ്ങൾ ഞെട്ടാൻ പോണത്. 58,250 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഓഫറും ഇല്ലാതെ വാങ്ങിക്കാൻ പറ്റും. അതേ സമയത്ത് 3,000 രൂപ HDFCയിലെ കാർഡ് ഓഫറായിട്ട് നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാനും പറ്റും. അപ്പം മറ്റേത് ലുലുവിനെക്കാട്ടിലും റേറ്റും കുറവാണ്, അതിൻ്റെ കൂടെ കാർഡ് ഓഫർ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആമസോണിൽ നിന്ന് കാർഡ് ഓഫറും കൂടെ കൂട്ടി 55 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കണോ, അതേ ലുലുവിൽ നിന്ന് 66 സംതിങ് നിങ്ങൾ വാങ്ങിക്കണമെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചു. പിന്നെ ലാഭകരമായിട്ടുള്ളൊരു ഐഫോൺ എന്ന് പറഞ്ഞാൽ iPhone 13 ആണ്. 13 128 46,999 ഉള്ളൂ. ഫെഡറൽ ബാങ്കിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ 2,500 രൂപ അതിൽ നിന്നും ഓഫ് കിട്ടും. ഫെഡറൽ ബാങ്കിൻ്റെ കാർഡ് സുലഭമായിരിക്കും. ICICI HDFC ഒക്കെയാണ് പൊതുവെ എല്ലാവരുടെ കയ്യിൽ കിട്ടാൻ പാട്. പക്ഷേ ഫെഡറൽ ബാങ്ക് നല്ലതാണ്ടേ ഉള്ളത്, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എത്ര റേറ്റ് വരണമെന്ന് അറിയാമോ? ഫ്ലിപ്കാർട്ടിലും ആമസോണിലും 51,999. ഫ്ലിപ്കാർട്ടിൽ ഒരു 750 രൂപ ഓഫും ആമസോണിൽ ഒരു 2,500 രൂപയ്ക്കകത്തുള്ള ഓഫും കാര്യങ്ങളെ ഉള്ളൂ ഇവിടെ. അപ്പോൾ ലുലുവിലെ കണക്ട് ചെയ്യുന്ന പോയി 13 എടുക്കണതാണ് നല്ലത്. 13 128 നിങ്ങൾക്ക് മാതിരി മറ്റേ വ്ളോഗ് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും വേണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 13 ഒന്നും എടുക്കേണ്ടതായി 14 മുകളിലോട്ട് എടുക്കണതിന് സത്യം പറഞ്ഞാൽ നല്ലത്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, കയറി നോക്കിയാൽ മതി കേട്ടോ. പിന്നെ വിവോയുടെ Y200 അടുത്ത ഓഫർ പറഞ്ഞത്. അതൊക്കെ സാധാരണ യൂസിനുള്ള ആൾക്കാർക്കൊക്കെ എടുക്കാൻ വേണ്ടിയാണ്. 22,990 രൂപയാണ് അതിന് പറഞ്ഞത്. 2,000 രൂപ കാർഡ് ഓഫറുണ്ട്. അതിൻ്റെ കൂടെ 1,599 രൂപ നെറ്റ് ബാൻഡും കൂടെ കിട്ടും. നെറ്റ് ബാൻഡും കൂടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് സാധനം വാങ്ങിച്ച് വെക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എത്രയാവും അറിയാമോ റേറ്റ്? ഫ്ലിപ്പിലാണെങ്കിൽ 23,500 രൂപ. ഓഫർ കാര്യങ്ങളൊന്നുമില്ല. ആമസോണിലാണെങ്കിൽ മറ്റേ റീഫർബിഷ്ഡ് ഐറ്റം ഉണ്ടല്ലോ, അത് മാത്രമേ കാണിക്കുന്നുള്ളൂ, സാധനമൊന്നും ഇല്ല. പിന്നെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ വീട്ടിലൊരു പണ്ടത്തെ ലാൻഡ് ഫോൺ പോലെ ഒരു സാധനം വെക്കണമെന്നുണ്ടെങ്കിൽ റെഡ്മിയുടെ 13C എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. 4GB 128 ഒക്കെ പറഞ്ഞാൽ കോൾ വരുമ്പോൾ എടുക്കാൻ വേണ്ടിയുള്ള ഒരു സാധനം. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 8,999. ICICIയുടെ കാർഡോ HDFCയിലെ കാർഡോ ഉണ്ടെങ്കിൽ 1,000 രൂപ ഓഫ് കിട്ടും. അപ്പോൾ 7,999. ആമസോണിലാണെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ കൊടുത്ത് വാങ്ങിയാൽ 15,500. ഫ്ലിപ്കാർട്ടിലെ സാധനം ഇപ്പോൾ ഇല്ല. പിന്നെ പറഞ്ഞത് റിയൽമിയുടെ 11 സീരീസാണ്. 11 സീരീസ് പറയുമ്പോൾ 11 5G എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ അതിൻ്റെ ബേസ് സാധനത്തിൻ്റെ റേറ്റ് ലുലു കണക്റ്റിൽ പറഞ്ഞത് 12,999. അതിൻ്റെ കൂടെ 1,600 രൂപയുടെ ഒരു നെക്ക് ബാൻഡ് കൂടെ കിട്ടും. ആമസോണിൽ വരുമ്പോൾ 16 ചില്ലറയും ഫ്ലിപ്കാർട്ടിൽ വരുമ്പോൾ 18 ചില്ലറയാവും ആ ബേസ് സാധനത്തിന്. ഓക്കെ, അപ്പം ലുലു കണക്ട് ചെയ്യുന്ന പോയി എടുക്കണേണ്ട നല്ലത്. 12 സീരീസ് നോക്കാനേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എടുത്തോ, ഒരു നെറ്റ് ബാൻഡ് കൂടെ കിട്ടും. നത്തിങ് 2A ഉണ്ട്. അതിന് 8GB 256-ന് 23,499 അങ്ങനെ എന്താണ് അതിൻ്റെ റേറ്റ് പറഞ്ഞത്. അതിൽ നിന്ന് 2,500 രൂപ ഫെഡറൽ ബാങ്കിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ കുറയും. 1,600 രൂപയിലൊരു നെക്ക് ബാൻഡ് കൂടെ നിങ്ങൾക്ക് അതിൻ്റെ കിട്ടും. അത് നല്ലൊരു ഓഫറാണ്. പക്ഷേ 2A എടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ അറിയാമല്ലേ. ആമസോണിൽ പോകുമ്പോൾ 26,500, ഫ്ലിപ്കാർട്ടിൽ വരുമ്പോൾ 25,900 ആ ഒരു റേഞ്ചൊക്കെയാണ് പറഞ്ഞത്. ആമസോണിൽ 1,000 രൂപയിലെ ഓഫർ വരും, ഫ്ലിപ്കാർട്ടിൽ 950 രൂപയിലെ ഓഫർ വരും. അപ്പം ലാഭം എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യുന്ന എടുക്കണതാണ് അതിൻ്റെ ലാഭം. മോട്ടോ എഡ്ജ് 50 ഫ്യൂഷന് 20,900 സംതിങ്ങേ പറഞ്ഞുള്ളൂ. മോട്ടോയുടെ ഫോണൊക്കെ ഞാൻ സ്റ്റോർ ചെയ്യുന്നത് എടുക്കാൻ പറയത്തുള്ളൂ. ഓൺലൈനൊക്കെ വന്ന് പണി കിട്ടിയാൽ ഇതാ അവിടെ ചിരിച്ചോണ്ടൊരു സാധനം ഇരിപ്പുണ്ട്, അതുപോലെ ഇരിക്കും. അപ്പോൾ അതിന് ലാഭമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നെക്ക് ബാൻഡ് ഫ്രീ ഉണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ 2,000 രൂപയിലെ കാർഡ് ഓഫറും ഉണ്ട്. ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ 22,900, ആമസോണിലാണെങ്കിൽ 24,900 അടുപ്പിച്ച് ഇതിൻ്റെ റേറ്റ് വരും. 1,000 750 ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഓഫർ വരുന്നത്. അപ്പം
കണക്ട് തന്നെയാണ് അതിൻ്റെ ലാഭം. ഇത്രയാണ് ഫോണിൻ്റെ ഓഫറുകൾ പ്രത്യക്ഷത്തിൽ അവർ കൊടുത്തേക്കുന്നത്. ഇനി അവിടെ പോയാലേ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ പറഞ്ഞത് ലാപ്ടോപ്പിനൊക്കെയാണ് ഓഫർ പറഞ്ഞത്. ലാപ്ടോപ്പിനൊക്കെ പേരും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ലാപ്ടോപ്പ് ഓഫറാണ്. സ്പെക്ക് ഇൻ്റൽ i3 എന്നൊക്കെ കൊടുത്തിട്ടുള്ളൂ. ഏത് സീരീസാണ്, ആണ് മറ്റേതാണോ മറിച്ചാണോ ഒന്നും കൊടുത്തിട്ടില്ല. 8GB 512 അതിനൊക്കെ ഓഫറെന്നും പറഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ട്. അത് പോയി നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയാത്തത്. പിന്നെ മാക്ക് M2 ചിപ്പ് പറഞ്ഞതിന് 79 സ്റ്റാർട്ടിങ്, 10,000 രൂപ ഓഫും ഉണ്ടെന്ന് പറയുന്നുണ്ട്, കാർഡ് ഓഫർ. ഇതാണ് എയറാണ് കേട്ടോ, M2 എയർ. പക്ഷേ അവർ കൊടുത്തേക്കുന്നത് M1ൻ്റെ പടമാണ് അവർ കൊടുത്തേക്കുന്നത്. പക്ഷേ M2 എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് കറക്റ്റ് അറിഞ്ഞുവിട്രേ. M2 ആണ് ആ റേറ്റിന് കിട്ടണമെന്നുണ്ടെങ്കിൽ 2022 എഡിഷൻ ആണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, നല്ലൊരു റേറ്റ് ആണത്. വീഡിയോ എഡിറ്റിങ്ങും ഫോട്ടോഷോപ്പും കാര്യങ്ങളൊക്കെയാണ് നോക്കണമെങ്കിൽ അത് ആ പൈസയ്ക്ക് നല്ലതാണ് സത്യം പറഞ്ഞാൽ. ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ അത് 93 രൂപയും, ആമസോണിൽ 92 ചില്ലറ, അതായത് 93,999, 92,999. ഇതാണ് ഫ്ലിപ്പിലെ ആമസോണിലെ റേറ്റ്. ആ യഥാർത്ഥ M2 ആണെങ്കിൽ അത് കണക്ട് ചെയ്തെടുക്കുന്ന ലാഭമുണ്ട്. ലാപ്ടോപ്പിൻ്റെ കേസ് പറഞ്ഞല്ല, അതിലൊരു ലോഗോയൊക്കെ കൊടുത്തേക്കുന്നത് നമ്മൾ മറ്റേ ഡെല്ലിൻ്റെ ലോഗോയൊക്കെയാണ് കൊടുത്തേക്കുന്നത്. എല്ലാത്തിലും ഗെയിമിംഗ് നോട്ട്ബുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ തപ്പാൻ നിന്നാൽ കുറച്ച് സമയം എടുക്കൂടെ, പോയി നോക്കിയാൽ മതി. നിങ്ങൾ ലാപ്പ് എടുക്കണമെങ്കിൽ വല്ല നിങ്ങളുടെ സ്പെക്ക് എന്താണോ, നിങ്ങളുടെ യൂസ് എന്താണോ ആ യൂസിനനുസരിച്ചുള്ള സാധനം എടുക്കുക. ഈ ഗെയിമിങ്ങിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ 2050 കാർഡ് ഒന്ന് പറഞ്ഞ് ഇനി എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലോ ഗ്രാഫിക്സിലൊക്കെ ഇട്ട് കളിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് കയറി നോക്കിയാൽ മതി. പിന്നെ ഓഫർ പറഞ്ഞാൽ അത്രയും TWS, സ്മാർട്ട് വാച്ച്, പ്രിൻ്റർ, പിന്നെ പെൻ ഡ്രൈവ്, ഹെഡ്ഫോൺ വേറെ, ഇതിനൊക്കെയാണ് ഓഫർ പറഞ്ഞത്. നോയ്സിയുടെ കളർ ഫിറ്റ് വിക്ടറോ അങ്ങനെ എന്തോ സാധനം 999 രൂപ അതാണ് കിടക്കുന്നത്. അത് ഫ്ലിപ്കാർട്ടിൽ 1000 രൂപ ആ റേഞ്ചൊക്കെയാണ് കാണിക്കുന്നത്. അത് കുഴപ്പമില്ലടേ. അതൊക്കെ ഇനി ആരെടുക്കുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അവിടെ നമ്മൾ കണക്റ്റിനകത്ത് കയറി ചെല്ലുമ്പോഴേ ചവറ് പോലെ അവിടെ എപ്പോഴും അടുക്കിയിട്ടിരിക്കുന്ന സാധനമാണ്. അതൊക്കെ ചുമ്മാ തീത്തടിക്കാൻ വേണ്ടി ഇട്ടൊക്കെയായിരിക്കും ഓഫർ. നോയ്സിയുടെ തന്നെ TWS 850 രൂപ, 849 അങ്ങനെയൊക്കെയാണ്. MRP എന്നൊക്കെ പറഞ്ഞാൽ 6,000 7,000 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. MRP അടിച്ച് കയറ്റി വെച്ചേക്കും, ഓഫർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇട്ടേക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ബോട്ടിൻ്റെ 10,000 രൂപയിലൊരു TWS 1,900 രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ ആ റേറ്റ് തന്നെയാണ്. പിന്നെ പ്രിൻ്റർ കാര്യങ്ങൾ പറഞ്ഞില്ല, കെനോൻ്റെ HP പ്രിൻ്റർ 2 വർഷത്തോളം വാറൻറ്റിയോട് കൂടിയൊക്കെ കിടപ്പുണ്ട്. ഓൺലൈനാണെങ്കിൽ 1 വർഷം വാറൻറ്റിയെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രിൻ്ററൊക്കെ എടുക്കുന്നവർക്ക് ലാഭമുണ്ടായി. ഗംഭീര ഒരു ഓഫർ, ബോട്ടിൻ്റെ TWS 200 എന്ന് പറഞ്ഞൊരു സാധനം 1,199 രൂപയാണ് കണക്റ്റിൽ റേറ്റ്. ഫ്ലിപ്കാർട്ടിൽ 999 രൂപയിലൂടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഫിലിപ്സിൻ്റെ കാർ ചാർജർ 599. ഈ ഫിലിപ്സിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർ അപ്ഡേറ്റഡ് അല്ലേ ഒരു സാധനം, അവരുടെ സൗണ്ട് ബാർ ആണെങ്കിലും. പക്ഷേ സാധനം പക്കയായിരിക്കും. ഞാനിപ്പം ഒരു പെൻ ഡ്രൈവും USB എല്ലാം കണക്ട് ചെയ്യുന്ന ഒരു സാധനം വാങ്ങിച്ചല്ല, അതെല്ലാം ഫിലിപ്സിൻ്റെ. അവർ അപ്ഡേറ്റഡ് അല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരിക്കും. 600 രൂപയ്ക്ക് കാർ ചാർജറൊക്കെ നല്ലത് തന്നെ. സോണിയിലെ ഇയർബഡ്സ് 4,500 രൂപ. പിന്നെ മാർഷലിൻ്റെ ഓബ്രൺ 2 എന്ന് പറയുന്ന സാധനത്തിന് 34,999 രൂപ. JBLൻ്റെ SB170 സൗണ്ട് ബാറിന് 13,900 രൂപ. JBLൻ്റെ വേവിന് 2,999 രൂപ. ഇങ്ങനെയൊക്കെയാണ് ഓഫറുകൾ കൊടുത്തേക്കണത്. അപ്പം സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്കൊന്നും ഓഫറില്ല. അവർ സ്റ്റോക്ക് ഒഴിവാക്കാൻ വേണ്ടി കുറേ സാധനങ്ങൾക്ക് ഓഫർ ഇട്ടിട്ടുണ്ട്. അപ്പം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി വാങ്ങിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പത്രത്തിലൊക്കെ ഇവരെ QR കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇന്നലത്തെ 4-ാം തീയതി പത്രത്തിലൊക്കെ കാണുക. ഏതെങ്കിലും ജസ്റ്റ് എടുക്കുക, സ്കാൻ ചെയ്ത് നോക്കുക, നിങ്ങൾ നോക്കുന്ന സാധനം ഓഫർ ഉണ്ടാകുന്ന നോക്കുക. എന്നിട്ട് നിങ്ങൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ അല്ലെങ്കിൽ ഒഫീഷ്യൽ സൈറ്റിലോ കയറിയിട്ട് അതിന് എത്ര റേറ്റ് വരുന്നു നോക്കുക. അതിനേക്കാൾ റേറ്റ് കുറവാണ് കണക്കിലെന്നുണ്ടെങ്കിൽ ഇടിച്ച് കയറി പോയി വാങ്ങിക്കുക, കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ ചുമ്മാ ഇടിച്ച് കയറി ചെന്ന് ഇവിടെ 8 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് വീട്ടിൽ പോകണവരെ 12 മണിക്ക് വീട്ടിൽ പോയിപ്പിച്ചാൽ അവരെ പാവോടെ ചുമ്മാ അവരെ കിടന്ന് കഷ്ടപ്പെടുന്നവരെ കൂടെ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. ഓഫർ ഉണ്ടെങ്കിൽ പോയി വാങ്ങിക്കുക, ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് വീട്ടിൽ ഇരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ശരിയടേ.